കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം നടക്കുന്നു എന്ന ആരോപണം അത് UDFനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കെ രമ MLA കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയാണ്. ഇങ്ങനൊരു സൈബർ ആക്രമണം ഉണ്ടാകുന്നത് ശരിയായൊരു നിലപാടാണ്. അല്ല, ഞങ്ങളെ ഇത് ഒരു തരത്തിലും പ്രതിരോധത്തിലാക്കിയിട്ടില്ല. കാരണം ഇതിനകത്ത് തുടക്കം മുതലേ വളരെ കൃത്യമായ ആർജവമുള്ള നിലപാടെടുത്ത് പോകുന്നവരാണ് ഞങ്ങൾ. കാരണം ഒരു സ്ത്രീക്കെതിരെയും വ്യക്തി അധിക്ഷേപം ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരെ നിയമത്തിൽ കൊണ്ടുവരേണ്ട ആളുകൾ അത് ചെയ്യുന്നില്ല എന്നുള്ള പരാതിയാണ് ഏറ്റവും അവസാനം LDFൻ്റെ സ്ഥാനാർത്ഥിക്ക്, സമുന്നതനായ CPMൻ്റെ നേതാവിന് സ്വന്തം വകുപ്പിലെ ആഭ്യന്തര വകുപ്പിലെ പരാജയം പോലും തൊണ്ടയിടറിക്കൊണ്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ആരാണ്? ആ ചോദ്യമാണ് പ്രസക്തം. അവിടേക്ക് എത്തിക്കരുത് എന്നതാണ് ഞങ്ങൾ കാലങ്ങളായിട്ട് പറയുന്നത്. ഇവിടെ പൊതുരംഗത്ത് നിൽക്കുന്ന എത്ര സ്ത്രീകൾ എത്ര മോശമായ അധിക്ഷേപങ്ങൾ ഇവരുടെ ഈ CPMൻ്റെ സൈബർ കൊടിസുനിമാരുടെ നേതൃത്വത്തിലൊക്കെ നേരിട്ടവരാണ് ഞങ്ങൾ. ഒറ്റ നടപടിയെടുത്തോ? ഏതെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവുമായിരുന്നോ? അപ്പോൾ ആരാണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ട് നിയമത്തിൽ കൊണ്ടുവരുന്നില്ല? ആ ചോദ്യമാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക്, ഇവിടുത്തെ അമ്മമാർക്ക് ചോദിക്കാനുള്ളത്. അതാണ് ഈ സ്ത്രീകൾ ഇതുപോലെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ട്. അംഗീകരിച്ച് തരാൻ മനസ്സില്ല ഞങ്ങൾക്ക് പറ്റില്ല. അതിനകത്ത് ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയമുള്ള കൃത്യമായ വ്യക്തിത്വമുള്ള സ്ത്രീകളാണ്. അതുകൊണ്ട് ഇതിനെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞ് ഇവിടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് വടകരയിൽ നടക്കുന്നത്. നമ്മൾ തൃക്കാക്കര ഇലക്ഷന് കണ്ടതാണ്. അവിടുത്തെ CPMൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഇതുപോലെ ഒരു വ്യക്തി അധിക്ഷേപം എന്ന് പറഞ്ഞ് വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു. അന്ന് പരാതി കൊടുത്തു. ആ പരാതിക്ക് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയോ? ആരെയെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞോ? ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അതവിടെ തീർന്നു. ഇതും അതുപോലെ തീരും. ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തരും. ഇത് നുണ പ്രചരിപ്പിക്കുകയാണ് ഈ നാട്ടിൽ. യഥാർത്ഥത്തിൽ എന്താണ് എന്നത് പുറത്തു കൊണ്ടുവരണം. ടീച്ചർ കൊടുത്ത പരാതിയിൽ ഒരു ലൈംഗിക അധിക്ഷേപത്തെ സംബന്ധിച്ചും പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെയും മുസ്ലിം വിരോധം വെച്ചുകൊണ്ട് ആ തരത്തിലേക്കുള്ള പ്രചരണം നടത്തുന്നു എന്നതാണ് പരാതി. ആ പരാതിയിലും പറയുന്നു ആഭ്യന്തര വകുപ്പ് പോലീസ് അനാസ്ഥ കാണിച്ചു എന്നാണ് പറയുന്നത്. ആരാ ഉത്തരവാദി? ഞങ്ങളാണോ? UDFകാരാണോ? ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണോ? സ്ഥാനാർത്ഥിയുടെ ഏതെങ്കിലും ഔദ്യോഗിക പ്രൊഫൈലിൽ നിന്ന് ഇതുപോലെ ഒരു പ്രചരണം പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഇതുപോലെ ടീച്ചർക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത് ഈ അശ്ലീല വീഡിയോ ടീച്ചറുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. കുടുംബ ഗ്രൂപ്പുകളിലടക്കം അത് വന്നു എന്നാണ് ശൈലജ ടീച്ചർ ഉൾപ്പെടെ പറയുന്നത്. അല്ല, അതിലൊരു പ്രശ്നം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നു. അത് എവിടെ നിന്നാണ് വന്നത്? അത് കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരു സ്ത്രീക്കെതിരെയും വരാൻ പാടില്ല. അതിൽ അങ്ങനെ പറയുമ്പോഴും അതിലുള്ള ഒരു ഒരു മറ്റൊരു വാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഹാസ്യത എന്ന് വേണമെങ്കിൽ നമുക്ക് എന്താണ് കാണിക്കാൻ വരുന്നത്. ടീച്ചർ പറയുന്നത് കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു എന്നാണ്. നമുക്കറിയാലോ, ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ ആരാണ് പോസ്റ്റ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കാം. കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നത് ഇന്നയാളാണെന്ന് പറഞ്ഞ് പോലീസിന് കൊടുക്കാൻ സാധിക്കാതെ പോയത്. കുടുംബ ഗ്രൂപ്പുകളിൽ സ്വന്തം ആളുകളിൽ കുടുംബത്തിലുള്ള ആളുകളല്ലേ കുടുംബ ഗ്രൂപ്പുകളിൽ ഉണ്ടാവുക. അപ്പോൾ കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുമ്പോൾ എവിടുന്ന് കിട്ടി എന്നുള്ളത് കണ്ടുപിടിച്ച് കൊടുക്കണ്ടേ? അപ്പോൾ ആരാണ് ഉത്തരവാദി? ഗൂഢാലോചനയാണ്. കൃത്യമായിട്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം എവിടെയൊക്കെയോ നടക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടും കൂടി ഇതിനെ കാണുന്നു. ഞങ്ങളിതിനാവശ്യപ്പെടുന്നത് ഇതിലൊരു മുഖവും നോക്കാതെ കൃത്യമായ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാവണം. എന്തായാലും ഈ അശ്ലീല വീഡിയോ കെ ശൈലജയ്ക്കെതിരായ അശ്ലീല വീഡിയോ എന്ന പ്രചരണം അത് CPM കേന്ദ്രങ്ങളുടെ ഗൂഢാലോചനയാണ്. യഥാർത്ഥ വസ്തുതകൾ TP കേസ് അടക്കമുള്ള യഥാർത്ഥ വസ്തുതകൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു മറ മാത്രമാണ് എന്നുള്ളതാണ് കെ രമ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ആര് വ്യാജ പ്രചരണം നടത്തിയാലും അവർക്കെതിരെ കർശന നടപടിയെടുക്കണം. അത് നടപടിയെടുക്കാത്തത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണെന്നും അവർ ആരോപണം ഉന്നയിക്കുകയാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.